Voluntary unemployment. Voluntary unemployment, it is a situation where workers are unemployed because they are not willing to work at the prevailing market wage rate. നിലവിൽ ലഭ്യമായിട്ടുള്ള വേജ് റേറ്റിന് വർക്ക് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അനുഭവപ്പെടുന്ന അൺഎംപ്ലോയ്മെൻറ്റാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഇപ്പോൾ കിട്ടുന്ന വേജ് റേറ്റിലെ ആൾക്കാർ ജോലി ചെയ്യാൻ വില്ലിങ് അല്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. അത്തരം അൺഎംപ്ലോയ്മെൻറ്റാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഈ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ വരാം. ഒന്ന് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, രണ്ട് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൺഎംപ്ലോയ്മെൻറ്റ് റിസൾട്ടിങ് ഫ്രം ദ സ്ട്രക്ചറൽ ഡിക്ലൈൻ ഓഫ് ആൻ ഇൻഡസ്ട്രി. വ്യാവസായിക മേഖലയിൽ വരുന്ന ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, it is the unemployment between jobs. It is applicable to those who are changing jobs. അതായത് ജോലി മാറ്റിക്കൊണ്ടിരിക്കുക, ഒരു ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലേക്ക് മാറുന്ന ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്ന അൺഎംപ്ലോയ്മെൻറ്റാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമാണ്, കുറഞ്ഞ കാലത്തേക്കുള്ളൂ. അതായത് ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലി കണ്ടെത്തുന്ന വരെയുള്ള അൺഎംപ്ലോയ്മെൻറ്റേ ഉള്ളൂ. ഒരു ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ അവർ എംപ്ലോയിഡാണ്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. Classical dichotomy means it refers to the segregation of prices into absolute prices and relative prices. വിലകളെ അബ്സല്യൂട്ട് പ്രൈസ് എന്നും റിലേറ്റീവ് പ്രൈസ് എന്നും വേർതിരിക്കുന്നതിനെയാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. അതിൽ അബ്സല്യൂട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് മണി. പണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് വിലയെ നിശ്ചയിക്കുന്നത് എങ്കിൽ അത്തരം വിലയാണ് അബ്സല്യൂട്ട് പ്രൈസ് എന്ന് പറയുന്നത്. Then relative price means it is determined by the forces of demand and supply. ഡിമാൻഡും സപ്ലൈയുമാണ് വിലയെ നിർണ്ണയിക്കുന്നത് എങ്കിൽ അതിനെയാണ് റിലേറ്റീവ് പ്രൈസസ് എന്ന് പറയുന്നത്. അതായത് വിലയുടെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് വിലയെ സ്വാധീനിക്കുന്നത് എങ്കിൽ അത്തരം വിലകളെ അബ്സല്യൂട്ട് പ്രൈസ് എന്നും, ഡിമാൻഡും സപ്ലൈയുമാണ് പ്രൈസിനെ സ്വാധീനിക്കുന്നത് എങ്കിൽ അത്തരം പ്രൈസിനെ റിലേറ്റീവ് പ്രൈസ് എന്നുമാണ് പറയുന്നത്. അങ്ങനെ പ്രൈസിനെ അബ്സല്യൂട്ട് പ്രൈസ് എന്നും റിലേറ്റീവ് പ്രൈസ് എന്നും വേർതിരിക്കുന്നതിനെയാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി. Neutrality of money implies that money become neutral in its effect on the economy. ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണം, മണി എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് എങ്കിൽ അതിനെയാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ വിൽ ജസ്റ്റ് ആൾട്ടർ ദ ജനറൽ പ്രൈസ് ലെവൽ ബട്ട് ക്യാൻ ഹാവ് നോ ലോങ് റൺ ഇൻഫ്ലുവൻസ് ഓൺ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് മണി സപ്ലൈയിൽ വരുന്ന വ്യത്യാസം, അതായത് പണത്തിൻ്റെ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം പ്രൈസ് ലെവലിൽ ചെറിയൊരു മാറ്റം മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, അല്ലാതെ ഔട്ട്പുട്ടിലോ എംപ്ലോയ്മെൻറ്റിലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോ ഒരു ലോങ് ടേം ഇൻഫ്ലുവൻസ് വരുത്തുന്നില്ല എങ്കിൽ അത്തരം പണത്തെയാണ് അല്ലെങ്കിൽ ആ പണത്തെയാണ് പണം ന്യൂട്രലാണ് എന്ന് നമ്മൾ പറയുന്നത്. Money is neutral when the changes in money supply will bring changes in the absolute price only and will bring no changes in the relative price. പണം, മണി സപ്ലൈയിൽ, പണത്തിൻ്റെ സപ്ലൈയിൽ മാറ്റം വരുമ്പോൾ അത് അബ്സല്യൂട്ട് പ്രൈസിൽ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ, റിലേറ്റീവ് പ്രൈസിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മണി ഇല്യൂഷൻ. മണി ഇല്യൂഷൻ എന്നുള്ള ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഇർവിങ് ഫിഷറാണ്. അതായത് പണത്തിൻ്റെ യഥാർത്ഥ പർച്ചേസിങ് പവർ, അതായത് ആ പണം ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ആ കറൻസി ഉപയോഗിച്ച് നമുക്ക് വാങ്ങാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച കാര്യങ്ങൾ ആൾക്കാർ റിയലൈസ് ചെയ്യുന്നില്ല. അവർ ആ പണത്തിൻ്റെ ഫേസ് വാല്യൂ, ആ ഒരു മുഖവില മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് മണി ഇല്യൂഷൻ അറൈസസ് വെൻ ആൻ ഇൻഡിവിജ്വൽ അസോസിയേറ്റ് മണി ഡയറക്ട്ലി വിത്ത് ഇറ്റ്സ് ഫേസ് വാല്യൂ വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് പർച്ചേസിങ്
പവർ. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾ എന്ത് ചെയ്യുന്നില്ല, പണത്തിൻ്റെ യഥാർത്ഥ പർച്ചേസിങ് പവറിനെ മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ ഫേസ് വാല്യൂ. ഇപ്പോൾ ഒരു നോട്ട് എടുക്കുമ്പോൾ 100 രൂപ അതിൻ്റെ വില അത്രയാണ്, അല്ലെങ്കിൽ 100 രൂപ കൊണ്ട് എത്ര വസ്തുക്കൾ വാങ്ങാമെന്നല്ല അവർ നോക്കുന്നത്, എത്രയാണ് അതിൻ്റെ മൂല്യം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ അതാണ് മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇൻഡിവിജ്വൽ അസോസിയേറ്റ് മണി ഡയറക്ട്ലി വിത്ത് ഇറ്റ്സ് ഫേസ് വാല്യൂ വിത്തൗട്ട് കൺസിഡറിങ് ദ പർച്ചേസിങ് പവർ ഓഫ് മണി.